ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ പാലായിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടത്. അപ്പം ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പം നോക്കിയപ്പോൾ നോഹയുടെ പേട്ടകം ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ അവർ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി വന്നപ്പോൾ ഒത്തിരി ആനിമൽസിനെ ഇങ്ങനെ ടാബ്ലോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും കയറി നോക്കി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും. കാരണം കാണുമ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ആനിമൽസിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആനിമൽസിനെയും അവർ കാണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഈ ആനിമൽസിൻ്റെ സൗണ്ടല്ല കൊടുത്തേക്ക്, സാധാ മ്യൂസിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും കയറി കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ആനിമൽസിനെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടം കണ്ടുവെച്ച് ഞങ്ങൾ നേരെ പോയത് പിന്നെ അടുത്തൊരു സെക്ഷൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാഹുബലി സിനിമയുടെ ഫുൾ ടാബ്ലോ ആണ്. ആക്ടേഴ്സിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ബാക്ക്ഗ്രൗണ്ടിൽ കട്ടപ്പ എന്നൊക്കെ വിളിക്കുന്ന ഒരു സൗണ്ട് മോഡുലേഷനൊക്കെ അതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വോയിസ് റെക്കോർഡ്, അതിനകത്ത് ഓൾറെഡി സൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്താൽ രണ്ടും കൂടി ഇതായിപ്പോയി, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ബാക്കിങ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കാണുക. ഇവിടുന്ന് എൻട്രൻസ് അങ്ങോട്ട് കയറുന്നത് അവിടേക്ക് ഇറങ്ങാനാണ്, സ്റ്റെപ്പ് ഇട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ബൈ. இதுவே என் கட்டளையே சாசனம். പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഷോപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ പോയതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കുറച്ച് സെറ്റ് ചെയ്യുന്ന നോർമൽ ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ അത് ഞാൻ വലുതായിട്ട് ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും പിന്നെ അച്ചാറിൻ്റെ വെറൈറ്റി ടൈപ്സും അങ്ങനത്തേതും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൊള്ളാം. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ എക്സിബിഷൻസൊക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും കയറാതെ നിന്നില്ല. ഒത്തിരി സമയം ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറി ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. നമ്മളിതിലൊന്നും കയറാതെ നിന്നില്ല. ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ നടക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെന്താ. അത് കഴിഞ്ഞ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്